ഹലോ, ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സ്കൂളൊക്കെ തുറന്നു, അങ്ങനെ വീണ്ടും ബാക്ക് ടു നോർമലായി. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ള ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആപ്പവും വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. അപ്പം വെജിറ്റബിൾസ് എല്ലാത്തിനെയും ഒന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഫുള്ളൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുക്കർ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് വറ്റൽമുളകും പിന്നെ കറിവേപ്പില എത്രയുണ്ടോ എത്ര വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എരിവിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സവാള മതി കേട്ടോ. അതിനെ കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തെങ്കിൽ പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഒരു മസാല. പിന്നെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റും ബീൻസും പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് അതുപോലെ തന്നെ കോളിഫ്ലവർ അതൊക്കെ ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് കുക്കറിലൊന്ന് ഒരു വിസിൽ വരുന്നോളം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കറി പെട്ടെന്നാവും. ഇനി നമുക്ക് ആപ്പം ചുടാനുള്ള മാവിനെയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇത് ഞാൻ ഇന്നലെ അരച്ച് വെച്ചതാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ കുറുമയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കാഷ്യൂനട്ടും കൂടെ മാത്രം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളകും കൂടെ അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പിന്നെ ആവശ്യത്തിനുള്ള എരിവുണ്ട്, പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അരയ്ക്കാഞ്ഞത്. അപ്പം തന്നെ നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഉടഞ്ഞു പോകാൻ പാടില്ല, പക്ഷേ എല്ലാം ഇങ്ങനെ വെന്ത് വരുകയും വേണം. ആ ഒരു പരുവത്തിൽ കിട്ടണം. കണ്ടോ എല്ലാ വെജിറ്റബിളും വെന്തിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് തേങ്ങ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് കുറിയണം. അപ്പോഴത്തേനും ഞാൻ ഒരു സൈഡിൽ അപ്പം കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അപ്പം പെട്ടെന്നാവത്തില്ല, കാരണം ടൈം എടുക്കും അപ്പം ഉണ്ടാക്കി വരുമ്പോഴത്തേന്. അപ്പോൾ 1-2 നേരത്തെ ചുട്ട് വെച്ചെങ്കിൽ ആദ്യം ആര് വരുന്നോ അവർക്കങ്ങ് കൊടുക്കുകയും ചെയ്യും. അപ്പോഴത്തേനും നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ ധാരാളം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അടിപൊളി. ഇനിയിപ്പോൾ അടുത്ത ലഞ്ച് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് കൊടുത്ത് വിടുന്നത് ക്യാരറ്റ് റൈസാണ് കേട്ടോ. അപ്പം കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാളയുടെ പകുതിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഗ്രേറ്റ് ചെയ്തേക്കുന്ന നമ്മുടെ ക്യാരറ്റും പിന്നെ അതിൽ പച്ചമുളകാണ് ഇതിൻ്റെ മെയിൻ എരിവെന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലയും കൂടെയാണ്. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഗാർണിഷിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ക്യാരറ്റ് റൈസ് റെഡിയാവും. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു പണിയില്ല, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ക്യാരറ്റൊക്കെ നല്ലതുമാണല്ലോ കുട്ടികൾക്ക് കൊടുക്കാൻ. അപ്പോൾ ഇതാകുമ്പോൾ റൈസിൻ്റെ കൂടെ ആകുമ്പം നന്നായിട്ടങ്ങ് കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ വശിക്കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നെന്താണെന്നറിയത്തില്ല, മൊത്തത്തിൽ എനിക്ക് ഒരു ഉന്മേഷമൊക്കെ തോന്നിയ ഒരു ദിവസമാണ്. ഫുള്ള് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അതുപോലെ കബോർഡൊക്കെ ഒന്ന് നീറ്റായിട്ട് വെക്കാം. പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചതിനൊക്കെ അതാത് സ്ഥലത്ത് റീഫില്ലൊക്കെ ചെയ്ത് വെക്കാമെന്നൊക്കെ വിചാരിച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒണിയനൊക്കെ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലാണ് നേരത്തെ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ അതിനെ മാറ്റിയിട്ട് പിന്നെ കബോർഡിനുള്ളിൽ തന്നെ വെക്കാൻ തുടങ്ങി. നമുക്കിങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ, പെട്ടെന്ന് ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ചേഞ്ച് ആവും. ഇന്ന് ഞാൻ വിചാരിച്ച ഫുള്ള് എല്ലാത്തിനെയും പഴയതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒക്കെ എടുത്ത് അടുക്കി എല്ലാം വെക്കാമെന്ന്. അങ്ങനെ കബോർഡൊക്കെ ക്ലീനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കണ്ടില്ല, ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1-2 കബോർഡ് ഞാൻ വൃത്തിയാക്കി കേട്ടോ, ഈ ഒരു പേപ്പറൊക്കെ ഇട്ട്. അപ്പോൾ ഗിഫ്റ്റ് റാപ്പാണ് കേട്ടോ ആ ഒരു പേപ്പർ. അത് വെറുതെ ഇവിടെ ഇരിക്കുന്നത് കണ്ട് വെറുതെ സ്ഥലം മെനക്കെടുത്തിക്കൊണ്ടിരിക്കുന്ന കബോർഡില്ല ഗിഫ്റ്റ് റാപ്പിൻ്റെ ആ ഒരു റോൾ. അപ്പം ഞാൻ വെച്ച് ഇങ്ങനെയെങ്കിലും ഉപകാരമായിട്ടെന്ന് വെച്ചാൽ എല്ലാ കബോർഡിലും ആ പേപ്പറിനെ മുറിച്ചിട്ടു. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ഡപ്പകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് അടുക്കിയെല്ലാം വെച്ചിട്ട് ഇനിയിപ്പം നീറ്റാക്കണം കബോർഡെല്ലാം. അതിൻ്റെ ഇടയിൽ വിവാഹംകുട്ടി സ്കൂളിൽ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ്, കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചതുണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് റീഫിൽ ചെയ്യണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല, ജസ്റ്റ് ഒരു കബോർഡ് മാത്രം വൃത്തിയാക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആവേശം കൊണ്ട് പിന്നെ മൊത്തത്തിൽ അങ്ങ് എടുത്ത് എല്ലാം അങ്ങ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതെല്ലാം കവറിലിങ്ങനെ ഞാൻ സീൽ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ള ബോട്ടിൽ നമ്മുടെ കയ്യിലില്ലായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് ബോട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കെല്ലാം റീഫില്ലൊക്കെ ചെയ്ത് എല്ലാം എടുത്ത് തിരിച്ച് അതേ സ്ഥലത്ത് വെച്ചു. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇനി
എനിക്കും ഇന്നൊരു ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പം ഞാൻ പോയൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അങ്ങനെ ഞാൻ സാരിയൊക്കെ ഉടുത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. നമ്മൾ വീണ്ടും വിഷു ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ വിഷു കഴിഞ്ഞില്ല കേട്ടോ. എനിക്കൊരു മലയാളി ഫ്രണ്ടില്ലേ വിനയ. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് തന്നെയാണ് വീണ്ടും പോണത്. അപ്പോൾ അവൾക്ക് വേറെയും കുറച്ച് ലേഡീസ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ എല്ലാം കൂടെ വിളിച്ചിട്ടാണ് ഇന്ന് സദ്യ കൊടുക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു രാഖിയും കൂടെ വന്നോളൂ, അവരെയൊക്കെ പരിചയപ്പെടാമല്ലോ. എനിക്ക് അവരെ ഒന്നും അറിയത്തില്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണാൻ പോണത്. അപ്പം ഞാൻ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ് കുറച്ച് ദൂരമേ ഉള്ളൂ. അതിന് ശേഷം വീണ്ടും ഒരു 10-15 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ സാരിയുടെ പുറത്ത് ജാക്കറ്റ് കൂടെ ഇടുമ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാനാണ് ഭയങ്കര പാട്. അപ്പോൾ ഡ്രസ് കോഡ് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, എന്തെങ്കിലും കേരള സാരിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരാൻ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ സാരിയൊക്കെ ഉടുത്തുകൊണ്ട് പോയത്. അങ്ങനെ അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്ന് സദ്യയൊക്കെ കഴിച്ചു. എല്ലാവരെയും പരിചയമൊക്കെ പെട്ട് അങ്ങനെ പുതിയ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും വീട്ടിലെത്തി. വിവാൻകുട്ടി സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് വരണമായിരുന്നു. ഇന്നത്തെ ദിവസം അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.